നെയ്യഴകൻ നമ്മുടെ 96 പടം എടുത്ത അതേ പുള്ളിക്കാരൻ തന്നെയാണ് ഈ പടം എടുത്തിരിക്കുന്നത്. 6 വർഷത്തിന് ശേഷം 96 ശേഷം പുള്ളി വേറെ ഒരു പടവും ചെയ്തിട്ടില്ലായിരുന്നു. 6 വർഷത്തിന് ശേഷം ചെയ്തൊരു ചിത്രമാണ് നെയ്യഴകൻ. അപ്പൊ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല, ഷുവറാണ്. കാരണം ഇത് വളരെ സ്ലോ പേസ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സ്ലോ ആയിട്ട് പോകുന്നത്. ഇതിൽ കൂടുതൽ ഈ പടത്തിന്റെ ഒരു 90% ഈ രണ്ട് കഥാപാത്രങ്ങൾ മാത്രം. അവർ തമ്മിൽ അവരുടെ ജീവിതവും അവരുടെ ഫാമിലിയെ പറ്റിയും എല്ലാം അവരുടെ കുട്ടിക്കാലത്തെയും എല്ലാം കഥയും പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചു പോകുന്നതായിട്ടാണ് ഈ പടം കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഒട്ടും ബോറടിക്കുകയോ ഒട്ടും ലാഗ് വലുതായിട്ട് ഫീൽ ചെയ്യുക ഒന്നുമില്ല. നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് അത്യാവശ്യം നല്ല കുറെ കോമഡികളും എല്ലാം ആയിട്ട് നല്ല നല്ല സിറ്റുവേഷൻസിലെല്ലാം നമ്മളിങ്ങനെ കണ്ട് നമ്മൾ അതിലേ ഇങ്ങനെ മുഴുകിയിരുന്ന് പോകുന്ന ഒരു പടവും. ഈ പടത്തിൽ ആരും അഭിനയിച്ചിട്ടില്ല, ശരിക്കും ആരും അഭിനയിച്ചിട്ടില്ല. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൈവ് ഒരു ഇൻസിഡന്റ് കാണുക, അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ വെച്ച് നമ്മളത് ഷൂട്ട് ചെയ്തിട്ട് അതൊരു പടമായിട്ട് കാണിച്ചു എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഇത്. ഇവർ അഭിനയിച്ചിട്ടില്ല, ഇവർ അവിടെ അങ്ങ് ജീവിക്കണം ആ ക്യാരക്ടറായി. അവരിങ്ങനെ ജീവിച്ച ആ നാട്ടിലെ രണ്ട് കഥാപാത്രങ്ങളായിട്ടോ ആ നാട്ടിലുള്ള രണ്ട് പേരായിട്ടോ ഇവരിങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഡയറക്ടർ അതൊരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് പടാക്കി കാണിച്ചു എങ്ങനെ ചെയ്യും. അതാണ് ഈ പടം. അത്രയ്ക്ക് നാച്ചുറൽ പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും. അപ്പോൾ ഈ പടം ഇത് OTT നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് ഫുള്ളും കണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയേണ്ടി വരും. നമുക്കിങ്ങനെ ഒറ്റ ഇരുമിനും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഇത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒറ്റ ഇരുമിന് ഫുള്ള് ഇരുന്ന് കാണാൻ പറ്റത്തുള്ളൂ. അത് അങ്ങനത്തെ ഒരു പടമാണ്. ഇത് തിയേറ്ററിൽ കണ്ടാൽ നല്ല രസത്തിന് നമുക്ക് ഫുള്ള് ഇരുന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക.